ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വെറുതെ പറഞ്ഞാടോ, നാളെ മറ്റന്നാളൊക്കെ ഞാൻ ഫ്രീ തന്നെയാ. എങ്കിലും നമുക്ക് ഇന്ന് പോകാം. അച്ഛനെ തനിക്ക് ഇന്ന് തന്നെ കാണാലോ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അതും ഞാൻ കാരണം. ഓ, ഇപ്പോഴൊരു ആശ്വാസമായത്. സാറിനോട് രമാമ്മയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ വേറൊരു പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. അതിന് താൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്തിനാ? തനിക്കൊരു സ്ഥലത്ത് പോണം, പോവാണെന്നങ്ങ് പറഞ്ഞാ പോരെ. അതിന് എല്ലാവരെയൊന്നും പ്രത്യേകം പെർമിഷൻ എന്തിനാ? അതെ, എനിക്ക് എല്ലാ മാസവും ശമ്പളം തരുന്നത് രമാമ്മയാ. അപ്പോ ആ അമ്മയുടെ അനുവാദം വാങ്ങണം. തനിക്ക് നല്ലൊരു ഡിഗ്രി ഉള്ളതല്ലേ, വക്കീൽ പണി അറിയുകയും ചെയ്യാം. മര്യാദയ്ക്ക് അതിനു കൂടെ. വെറുതെ ഇവിടെ കയറി നിന്ന് എന്തിനാ ജീവിതം പാഴാക്കുന്നേ? അതെ, ഡ്രൈവിംഗ് എന്താ മോശം ജോലിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ല, പറയുകയില്ല. തന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഒരു ആവേശത്തിൽ പഠിച്ചതാ, കുറെ നാള് പ്രാക്ടീസും ചെയ്തു, പിന്നെ ഒരു താല്പര്യം തോന്നില്ല. അതാ സത്യം. അതൊന്നും അല്ല സത്യം. കോടതിയിൽ പോയാലേ ജോലി എടുക്കണം. കേസ് പഠിക്കാനും വാദിക്കാനും ഒക്കെ തനിക്ക് മടി. ഇതാവുമ്പോ ഇവിടെ മൊത്തം കറങ്ങി നടന്ന് വെറുതെ ശമ്പളം വാങ്ങാലോ, അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. പോകാനുള്ള പെർമിഷനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ പോണം. പോകാം, പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്ത് കാര്യം? അത് പിന്നെ എന്താ പറഞ്ഞോ? കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അത്രേ ഉള്ളോ? ഇത് പറയാനാണ് ഇത്ര സമയം എടുത്തത്? അതല്ല, ഞാൻ എല്ലാത്തിനും തന്നെ ബുദ്ധിമുട്ടിക്കുവാണോ എന്നൊരു സംശയം. അതെ, ബുദ്ധിമുട്ടാണ്. ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ലേ. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ബുദ്ധിമുട്ടാ ഇത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുന്നത്. എന്താ, അങ്ങനെയല്ലേ? ആയിരിക്കും. അച്ഛനെ കാണാൻ എപ്പോഴാ പോകാൻ പറ്റുന്നത്? താൻ ഫ്രീ ആവുമ്പോ മതി. ഫ്രീ ആവുന്ന സമയം എന്ന് പറയുമ്പോ നാളെ, മറ്റന്നാ? അയ്യോ, മറ്റന്നാൾ ഒട്ടും പറ്റില്ല. അപ്പൊ പിന്നെ നടക്കില്ല. നമുക്ക് അങ്ങ് പോണ്ടേ? നാളെ മറ്റന്നാളും അല്ലാതെ ഇന്നൊരു ദിവസം ഇല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാടോ, നാളെ മറ്റന്നാളൊക്കെ ഞാൻ ഫ്രീ തന്നെയാ. എങ്കിലും നമുക്ക് ഇന്ന് പോകാം. അച്ഛനെ തനിക്ക് ഇന്ന് തന്നെ കാണാലോ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അതും ഞാൻ കാരണം. ചെമ്പരത്തി കവിത മൊഴിയും ചെമ്പരത്തി മിഴിയഴകിലെ ചെമ്പരത്തി പുതുമകളിലെ ചെമ്പരത്തി. ഓഫീസിൽ നീ മാനേജറായിട്ട് വിലസാണെന്നാണല്ലോ ഞാൻ കേട്ടത്. അല്ല, അങ്ങനെ വിലസിയാലും കുഴപ്പമൊന്നുമില്ല. അതിനു വേണ്ടി തന്നെയാ നിന്നെ കഷ്ടപ്പെട്ട് മാനേജർ പോസ്റ്റിലോട്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തത്. എടി എടി സാറ് വന്നു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി. ആരാ? എലിസബത്ത് ആണോ? അതെ, വേറെ ആരാ എനിക്കുള്ളത്? ഇടയ്ക്ക് വിളിക്കാനും വിശേഷങ്ങൾ തിരക്കാനൊക്കെ അവളല്ലേ ഉള്ളത്. അവള് മിടിക്കുക. മാനേജറായിട്ട് വന്ന ശേഷം എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴേ കണ്ണടച്ച് വിശ്വസിക്കണ്ട. എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്, അവളെ കൊണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് സാധിക്കും എന്ന കാര്യത്തില്. എന്തെങ്കിലും ചെറിയൊരു പിഴവ് അവളുടെ ഭാഗത്ത് നിന്നുണ്ടായ അപ്പൊ തന്നെ എടുത്ത് കളഞ്ഞേക്കണം.
മാനേജർ പോസ്റ്റിൽ നിന്നല്ല, കമ്പനിയിൽ നിന്ന് തന്നെ. ഇപ്പോഴല്ലേ താൻ പറഞ്ഞത് തനിക്ക് അവള് മാത്രമേ ഉള്ളെന്ന്? ആ, ആ, ആ. അല്ല, അതൊക്കെ അങ്ങനെ തന്നെയാ. പക്ഷെ ഞങ്ങളുടെ ബന്ധവും കമ്പനി ജോലിയുമായി ഒരു ബന്ധവുമില്ല. സൗഹൃദം വേറെ, ക്യാഷ് വേറെ. അല്ല, ഇന്നലെ മുതലേ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. അമ്മ ഇന്നലെ വിളിച്ച് നരേന്ദ്രേട്ടനെ അറിയുമെന്ന് ചോദിച്ചില്ലേ? അതെന്തിനായിരുന്നു? ആ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ആ, ഏയ് ഇല്ലല്ല. സാറ് പറഞ്ഞതുപോലെ പുള്ളിക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ വീട്ടിൽ വെച്ചാ. നരേന്ദ്രേട്ടന്റെ ശരിക്കുള്ള സ്ഥലം ഇലവുദേശം എന്നല്ല പറഞ്ഞത്. ഞാൻ ജനിച്ചതും അവിടെയുള്ള കൊട്ടാരത്തിലാണല്ലോ. അപ്പോ അങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോന്ന് അമ്മ ചോദിച്ചാവും. ഇനി നരേന്ദ്രേട്ടനും കൊട്ടാരത്തിൽ അംഗമാണെന്ന് നമുക്കറിയില്ലല്ലോ. അതറിയാനായിട്ട് അമ്മ ചോദിച്ചാവാനേ വഴിയുണ്ടാവുകയുള്ളൂ. അല്ലാതെ വേറൊന്നും കാണില്ല കേട്ടോ. മാഡം, ചായ. ചന്ദ്രലേഖേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? പുട്ടും കടലക്കറിയും. എനിക്കത് ഇഷ്ടമല്ലാന്ന് നിനക്കറിയില്ലേ? അറിയാം മാഡം. പിന്നെന്തിനാ വീണ്ടും അത് തന്നെ ഉണ്ടാക്കുന്നേ? ഐശ്വര്യ മാഡം പറഞ്ഞിട്ടാ. ഓ, അവളുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാനാണോ ഞാൻ നിനക്ക് ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? എല്ലാവരും കഴിച്ചു കഴിഞ്ഞോ? ഐശ്വര്യ മാഡം ഒഴികെ ബാക്കി എല്ലാവരും കഴിച്ചു. എങ്കിൽ ഇനി അവള് കഴിക്കണ്ട. മിച്ചമുള്ള പുട്ടും കടലക്കറിയും എടുത്ത് വേസ്റ്റ് ബോക്സിലിട്ടേക്ക്. എന്താ, ചന്ദ്രലേഖയ്ക്ക് മടിയുണ്ടോ? രമേ, ഒന്ന് ബാങ്ക് വരെ എന്നോടൊപ്പം ഒന്ന് വരണം. നീയും കൂടി വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്നൊട്ടും സമയമില്ല. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാൻ വേണ്ടി പുറത്തു പോണം. അത്യാവശ്യമായിട്ട് കാണേണ്ട ആള് ദേ വിളിക്കുന്നു.